ഒരു സഭ എന്ന് പറയുന്നത് അപ്പനും മക്കളും പോലെ വളരുന്ന ആത്മീയ ഭവനമാണ്. നിങ്ങൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്നേ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങൾ നോക്കിയേ. നിങ്ങളെ നാണിപ്പിക്കാനല്ല, എന്റെ പ്രിയ മക്കളോടെന്നതുപോലെ ബുദ്ധി പറഞ്ഞു. അപ്പോ പൗലോസിനോടുള്ള ബന്ധത്തിൽ തന്റെ സഭയിലെ വിശ്വാസികൾ തനിക്കാരായിരുന്നു? തന്റെ മക്കൾ പോലെയായിരുന്നു. സഭയിലെ വിശ്വാസികൾ മക്കളാണെങ്കിൽ പൗലോസ് അവർക്ക് ആരായിരുന്നു? അപ്പൻ. ഉറപ്പാണോ? യെസ്. 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടായേക്കാം, പക്ഷെ പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. എന്തും മാറിയെടുക്കാം, എന്തിനും മാറ്റം വരാം, പക്ഷെ മാറിയെടുക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അപ്പനേ ഉള്ളൂ. യെസ്. അപ്പനെ മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ആകയാൽ എന്റെ അനുകാരികൾ ആകുവീൻ. 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേരെ. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ പൗലോസ് ആദ്യം സൺസ് ആൻഡ് ഡോട്ടേഴ്സ് എന്ന് വിളിച്ചു. പക്ഷെ തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ അവൻ കേവലം ഒരു സൺ അല്ലായിരുന്നു, മൈ ബിലൗഡ് സൺ. ഹല്ലേലൂയ. എന്റെ പ്രിയ മകനായിരുന്നു അവൻ. ദൈവസഭയ്ക്കകത്തായിരിക്കുന്നവർ, ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ നടത്താൻ നിങ്ങൾക്കൊരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ടാകണം. നിങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് മീതെ ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം. ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല. Are you with me? Yes. I am coming to you. I want to teach it something. ജീവിതത്തിൽ ഇതൊക്കെ പരിചയിക്കുന്നവന് മാത്രമേ ഇതൊക്കെ പ്രസംഗിക്കാനുള്ള യോഗ്യതയുള്ളൂ. ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഉണ്ടോ? കൂടാരം വിട്ടുപിരിയാതെ നൂന്റെ മകനായ ജോഷുവ മോശയോടൊപ്പം നിന്നു. മോശ സീനായി പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി 40 ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് മോശ താഴേക്ക് നിയമത്തിന്റെ കൽപ്പനകൾ ലഭിച്ച കൽപ്പലകകളുമായി ഇറങ്ങി വരുമ്പോ മോശ ഒരു ബഹളം കേൾക്കുന്നു. അവിടെ ഒരു വേറെ കുറച്ച് പാട്ട് കേൾക്കുന്നു. ആ സമയത്ത് മോശ ജോഷുവയോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ ദേർ? അവിടെ എന്തോ സംഭവിക്കുന്നേ? ഇത് ജയിച്ചവരുടെ ശബ്ദമല്ല ഞാൻ കേൾക്കുന്നേ, ഇത് തോറ്റവരുടെ, എവിടെയോ പരാജയപ്പെട്ടവരുടെ പ്രതികാരമാണ് ഞാൻ കേൾക്കുന്നത്. ഉടനെ ജോഷുവയാണ് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മോശയോട് പറയുന്നത്. സ്വന്തം സഹോദരനായ അഹരോനും മിരിയവും കൂടെ നിന്ന മുഴുവൻ എണ്ണവും മോശ തീർന്നു കഴിഞ്ഞു എന്ന ചിന്തയിൽ വെറ്റൊരു ദേവനെ ഉണ്ടാക്കി വാർത്ത ആരാധിക്കുമ്പോൾ തന്റെ സ്പിരിച്വൽ ഫാദറിനെ, തന്റെ ദൈവദാസനെ കാത്ത് ദർശനം വിട്ടുപോകാതെ ആ കൂട്ടത്തിൽ ചേരാതെ പർവ്വതത്തിന്റെ താഴ്വരയുടെ അടിവാരത്തിൽ മോശെ കാത്തിരുന്ന ജോഷുവയുടെ മേളിലാണ് നിയോഗത്തിന്റെ പുതപ്പ് വന്നു വീണത്. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ലോർഡ്, ഇത്രയും സീനിയോറിറ്റി ഉള്ള അഹരോൻ ഉണ്ടായിട്ടും, നന്നായി വർഷിപ്പ് ചെയ്യുന്ന മിരിയം ഉണ്ടായിട്ടും, കൂടെ നിൽക്കുന്ന പ്രവാചക ഗണമുണ്ടായിട്ടും, ഈ ചെറുക്കനെ, ഈ പയ്യനെ, അങ്ങനെ പറയണം, ഈ ചെറുക്കനെ, ഈ ജോഷുവ എന്ന് പറയുന്ന പയ്യനെയാണോ മോശെ ഇത്രയും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മോശ ജോഷുവയെ കൈവച്ച് അനുഗ്രഹിച്ചതിനാൽ അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ഇമ്പാർട്ടേഷൻ. ഒരു മോശയില്ലാതെ ഒരു ജോഷുവയില്ല. വേദപുസ്തകം കണ്ടതിൽ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് സാമുവേൽ. എന്റെ ചോദ്യം, ഏലി
എന്ന പുരോഹിതൻ ഇല്ലാതെ ഒരു സാമുവേൽ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യെസ്. ആ, ഹന്നായിക്ക് ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച കുഞ്ഞാണ് സാമുവേൽ. ആമേൻ. കണ്ടു കൊതി തീർന്നിട്ടില്ല, കളിപ്പിച്ചു കൊതി തീർന്നിട്ടില്ല. പക്ഷെ ഈ കൊച്ചിനെ, ഈ ചെറുക്കനെ, ഈ പയ്യനെ, ഈ ഹന്ന ദേവാലയത്തിൽ പുരോഹിതനായ ഏലിയുടെ അടുക്കൽ കൊണ്ടുപോയി നിർത്തി. കാരണം ഹന്നയ്ക്കൊരു കാര്യം അറിയാം, ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീയും ജ്ഞാനിയാകും. ആമേൻ. എന്തിനാണ് ഹന്ന സാമുവേലിനെ ഏലിയുടെ അടുക്കൽ കൊണ്ട് നിർത്തിയേ? പറയാം. ഹന്നയുടെ പ്രീസ്റ്റിനെ, ഹന്നയുടെ പുരോഹിതനെ ഹന്നയ്ക്ക് അറിയാം. പുള്ളിക്ക് ഇപ്പൊ ഇച്ചിരി കാഴ്ചക്കുറവൊക്കെ ഉണ്ട്, പ്രായമൊക്കെ ആയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഹന്നയ്ക്കറിയാം ഏലിക്ക് പ്രായമായിരിക്കാം, പക്ഷെ പ്രായമാകാത്തൊന്ന് ഏലിയിലുണ്ട്, അഭിഷേകം. എന്ത് സംഭവിച്ചു? ആർ യു ലിസണിങ് മീ? യെസ്. ഒരു ദിവസം രാത്രിയിൽ സാമുവേൽ കിടന്ന സ്ഥലത്ത് സാമുവേൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. സാമുവേൽ. ഈ ദൈവം എപ്പോഴും ഒരാളെ വിളിക്കുന്നത്, അത് കുഞ്ഞായ ശമൂവേലാണെങ്കിലും വലിയ അപ്പച്ചനായ അബ്രഹാം ആണെങ്കിലും ദൈവം പേരിലേ വിളിക്കത്തുള്ളൂ. യെസ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ എബ്രഹാം, ആമേൻ. അബ്രഹാം എന്ന് വിളിക്കൂ. ആമേൻ. ദൈവ സാമുവേലിനെ, കുഞ്ഞായിരിക്കാം, കൊച്ചിറക്കനായിരിക്കാം, എടാ കൊച്ചനെ എന്ന് വിളിക്കത്തില്ല, സാമുവേൽ. ആമേൻ. ഹല്ലേലൂയ. സാമുവേൽ എന്ന് വിളിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഒരു സഹോദരൻ ചോദിച്ചു, പാസ്റ്ററെ ഈ ആളുകളുടെ പേര് ഡീറ്റെയിൽസ് പാസ്റ്ററിനകത്ത് ദൈവം വെളിപ്പെടുത്തി തന്ന് അവരെ വിളിച്ചിട്ട് പിന്നെ അവർ എൻ്റെറുത കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തുമ്പം ഇതെങ്ങനാ പാസ്റ്റർ, ഈ ശുശ്രൂഷ എങ്ങനെ? അയ്യോ, വേദപുസ്തകത്തിൽ എൻ്റെറുത ബൈബിളിൽ ഈ കാര്യം കിടക്കുകയല്ലേ. ആ, എൻ്റെറുത ബൈബിൾ പ്രൊഫറ്റിക്. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയെ കുറിച്ച് പറയാം. പുള്ളി കുഴപ്പക്കാരിയാ. പുള്ളിക്കാരിയുടെ പേര് ശമരിയാക്കാരി സ്ത്രീ എന്നാണ്. ഈ പുള്ളിക്കാരി കിണറ്റുകര ഇരിക്കുമ്പോ, യേശു കിണറ്റുകര ഇരിക്കുമ്പോൾ ഈ പുള്ളിക്കാരി, ഈ സഹോദരി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവൾ അവിടെ വെള്ളം കോരാൻ വന്നു. വെള്ളം കോരാൻ വന്നവളോട് യേശു പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരാമെന്ന് വെച്ചു. ഉടനെ യേശുവിനെ ഒന്ന് അടിമുടി നോക്കി അവള് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? കാരണം യഹൂദന്മാരുടെ വസ്ത്രധാരണത്തിൽ അവരെ മനസ്സിലാക്കാൻ പറ്റും. ഉടനെ യേശു അവളോട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവൾ ഉടനെ പറഞ്ഞെന്നറിയോ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോ ഉള്ള ആള് നിന്റെ ഹസ്ബൻഡ് അല്ല. ഇപ്പോ ഉള്ള ആള് നിന്റെ ഹസ്ബൻഡ് അല്ലെന്ന് പറയുന്നത് ഒരു സീക്രട്ട് കാര്യ, ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യ. യേശു കർത്താവ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടത്തിമേൽ ഇരിക്കുന്നത് സക്കായി ആണ്. സക്കായി ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ല. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ വേണ്ടിയാണ് അതിന്റെ മുകളിൽ കയറിയിരുന്നത്. ആണോ? സക്കായി യേശുവിനെ കണ്ടിട്ടില്ല, യേശു സക്കായിയെ കണ്ടിട്ടില്ല. യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാൻ വേണ്ടിയാണ് അവൻ കാട്ടത്തിമേൽ കയറിയത്. യേശു മരത്തിന്റെ മൂട്ടി വന്നിട്ട്, സക്കായിയെ, കാരണം നിന്റെ പേര് യേശുവിന് അറിയാം, ആ കർത്താവിനെയാ ഞങ്ങൾ സേവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവം അറിയിക്കുന്നു, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ളവനെ നിന്റെ വീട്ടിൽ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്താകുന്നു. അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവന്റെ വീട് എവിടാണ്,
അവന്റെ ലൊക്കേഷൻ എവിടാണ്, ഇപ്പൊ ആൾ എവിടെ ഉണ്ട്, അവൻ താമസിക്കുന്ന വീട്ടുകാരന്റെ പേരെന്താണ്, ഇവന്റെ പേരെന്താണ്. Yes. Amen. Amen. Raspa. എന്താ ഈ ദൈവം ഒളിവിലാണോ? ഈ ദൈവം ലീവിലാണോ? No. ഈ ദൈവം മോർച്ചറിയിലാണോ? No. ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. Hallelujah. Amen. ഇനി 9-ാം അധ്യായത്തിൽ വന്നേ. 9-ാം അധ്യായത്തിൽ അനന്യാസിനോട് ദൈവം സംസാരിക്കുന്നു. നീ ഇവിടുന്ന് പുറപ്പെടണം, അനന്യാസ് ചെല്ലണം, പുറപ്പെട്ടിട്ട് നേർവീതി എന്ന സ്ഥലത്ത് ചെല്ലണം. ഇംഗ്ലീഷിൽ നോക്കിയേ, ആൻഡ് ഗോ ഇൻ ടു ദ സ്ട്രീറ്റ് വിച്ച് ഈസ് കോൾഡ് സ്ട്രൈറ്റ്. സ്ട്രീറ്റിന്റെ പേരെന്തുവാ? Straight. അപ്പൊ സ്ട്രീറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുവോ? Yes. നിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കർത്താവിന് അറിയാന്നേ. Amen. Amen. Hallelujah. Hallelujah. എന്നിട്ട് കേട്ടോ, അവൻ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അടുത്ത വേടനെ ഞെട്ടിച്ചു കളഞ്ഞ വേടാണ് അത്. ഭയങ്കര പ്രൊഫറ്റിക്കാണ്. അവൻ പ്രാർത്ഥിക്കുന്നു. Amen. ഇവിടെ നിൽക്കുന്ന അനന്യാസിനോട് കിലോമീറ്ററുകൾക്കപ്പുറത്തിരിക്കുന്നവൻ ഇപ്പൊ എന്നാ എടുത്തോണ്ടിരിക്കുകയെന്ന് Amen. Hallelujah. 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 സാമുവൽ ഒരു വോയിസ് കേട്ടു. സാമുവലിന് മനസ്സിലായില്ല അത് ദൈവശബ്ദമാണ്. Yes. പക്ഷേ ഇത് 2 തവണ ഉണ്ടായി കഴിഞ്ഞപ്പോ സാമുവേലിന് ഈ വോയിസ് എന്താണെന്ന് ചോദിക്കാൻ ഒരു മെന്റർ അവിടെ ഉണ്ടായിരുന്നു. വി നീഡ് ദ സ്പിരിച്വൽ മെന്റേഴ്സ്. Amen. 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 ഉടനെ സാമുവേൽ ചെന്നിട്ട് ഏലിയോട്, അപ്പച്ചാ 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 എഴുന്നേറ്റേ എഴുന്നേറ്റേ. എന്നാടാ കൊച്ചനെ, എന്നാ? ഞാനേ ആ മുറി കിടക്കുമ്പം ഞാനൊരു ശബ്ദം കേട്ടു. നീ എന്നാ ശബ്ദമാ കേട്ടെ? എന്നെ സാമുവേലേ സാമുവേലേ എന്ന് പേര് വിളിച്ചു. ഉടനെ ഏലി വല്യപ്പനാണെങ്കിലും കാഴ്ച കുറഞ്ഞെങ്കിലും ആത്മാവ് ഉണർന്നു. നിന്റെ പേര് വിളിച്ചോ? രാത്രിയിലാണോ? അങ്ങനാണെങ്കിൽ Yes. ഇനി നീ അതൊന്നുകൂടെ കേട്ടാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. Amen. Amen. Rakabasata. Mana last day. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ ഒരു സ്പിരിച്വൽ കവറിങ്, ആ ഒരു മെന്റർഷിപ്പ് സാമുവേലിന് ഉണ്ടായിരുന്നതല്ലേ അവന്റെ വഴിത്തിരിവ്? Yes. Yes. Amen. Hallelujah. ദൈവശബ്ദം കേട്ടവന് മാത്രമേ ദൈവശബ്ദത്തെ കുറിച്ച് പറയാൻ കഴിയൂ. Amen. Amen. Rakabasata. ലിസൺ, യേശുവിന്റെ കൂടെ നടന്ന ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ, അവൻ ആരെന്നറിഞ്ഞില്ല. പക്ഷെ യേശു അപ്പം നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. Hallelujah. എല്ലാവർക്കും ഈ കർത്താവിനെ കാണാൻ പറ്റില്ല. Yes. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിസിബിൾ റിലത്തിൽ അല്ല ഇത്. വിസിബിൾ റിലത്തിൽ ഒരു മനുഷ്യനെ പോലെയാ തോന്നുന്നേ. പക്ഷെ അവന്റെ സ്പിരിച്വൽ ഐസ് യേശു ഓപ്പൺ ആക്കിയപ്പോൾ അവൻ യഥാർത്ഥ ക്രിസ്തുവിനെ കാണുകയാണ്. പറഞ്ഞ ഒരു ഏലി ഇല്ലാതെ ഒരു സാമുവേൽ ഇല്ല, Really love Samuel. ഒരു മോശ ഇല്ലാതെ ഒരു ജോഷുവ ഇല്ല. ഒരു മോശയില്ല. Joshua ഇല്ല. നിങ്ങൾ ദാവീദിനെ നോക്കിയേ. ദാവീദ് തന്നെ വന്ന ആളാണോ? ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദ് ഇല്ല. ഈ വേർഡ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുവോ? എന്നിലേക്ക് ദൈവം ഒരു അഭിഷേകത്തെ കൊണ്ടുവരാൻ, എന്നിലേക്ക് ദൈവം ഒരു ശുശ്രൂഷയെ കൊണ്ടുവരാൻ, എന്നിലേക്ക് ദൈവം ഒരു നന്മയെ കൊണ്ടുവരാൻ Amen. എനിക്ക് മുൻപേ Yes. എന്റെ ദൈവം വേറൊരു വ്യക്തിയെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. Amen. Yes. Hallelujah. Hallelujah. ആ കറക്റ്റ് അസോസിയേഷനുമായി, ആ റൈറ്റ് പേഴ്സണുമായി, ആ സ്പിരിച്വൽ ഫാദറുമായി, Amen. ആ ദൈവപുരുഷനുമായി, Amen. ആ മെന്റർഷിപ്പിൽ, ആ കവറിങ്ങിൽ കയറുമ്പോഴാണ് ഇമ്പാർട്ടേഷൻ ഉണ്ടാകുന്നത്. Amen. Hallelujah. ജ്ഞാനിയോട് കൂടെ നടക്ക. നീ ആരോടാണോ അസോസിയേറ്റ് ചെയ്യുന്നത്, നീ അതായി മാറും. Amen. Hallelujah. 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 I am telling truth. ദാവീദിനോടൊപ്പം 400 പേർ ജോയിൻ ചെയ്തു. ദൈവാസൻ അറിയോ? നിങ്ങൾക്കറിയോ അവരാരാന്ന്? കടഭാരമുള്ളവർ.
ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, തകർന്നവർ. ദാവീദിന്റെ കൂടെ കൂടിയത് ആരൊക്കെയാ? കടഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, തകർന്നവർ. ഈ 4 കൂട്ടരാണ് ദാവീദിന്റെ കൂടെ കൂടിയ 400 പേര്. Amen. അഭിഷിക്തനായ ദാവീദ് ഈ 400 പേരെയും കൊണ്ട് അദുല്ലാം ഗുഹയിലേക്ക് പോയി. Amen. അദുല്ലാം ഗുഹയിലേക്ക് പോയി. ഈ 400 പേർ ദാവീദിന്റെ കൂടെ 2 വർഷം അസോസിയേറ്റ് ചെയ്തു. ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്നാന്നറിയാവോ? ആ 400 പേർ വീരപുരുഷന്മാരായി മാറി. അവർ ഇടം കൈകൊണ്ടും Amen. വലം കൈകൊണ്ടും എറിയുന്നവരായി. Amen. Amen. വെയിറ്റ്, ദാവീദിന്റെ കൂടെ കൂടിയ 400 എണ്ണവും ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും എറിയുന്നവരായി. ഈ എറിയുടെ കൃപ ആർക്കാ? എറിയുന്നവനല്ലേ ദാവീദ്? Yes. എറിയുന്നവന്റെ കൂടെ കൂടിയവന്മാരല്ല. Amen. Hallelujah. Hallelujah. Amen. Impartations. Amen. ഒരു ഏലിയാവില്ലാതെ ഒരു എലീശയില്ല. Amen. ഒരു സാമുവേൽ ഇല്ലാതെ ഒരു ദാവീദില്ല. Yes. ഒരു ദാവീദില്ലാതെ എറിയുന്ന 400 വീരന്മാരില്ല. ഒരു മോശയില്ലാതെ ഒരു ജോഷുവ ഇല്ല. യേശു ഇല്ലാതെ 12 അപ്പോസ്തലന്മാരില്ല. Amen. Hallelujah. Amen. ജീസസ് ക്രൈസ്റ്റ് ഈസ് an anointed one. Amen. Are you listening me? Yes. യേശു ഒരു വീട്ടിൽ പോയി മരിച്ച ഒരു കൊച്ചിനെ ഉയർപ്പിക്കാൻ. യേശു ആ വീട്ടിലോട്ട് ചെന്ന് കയറി. അകത്ത് നിന്ന് കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും എല്ലാരും പുറത്തിറങ്ങാൻ പറഞ്ഞു. Amen. Amen. യേശു വാതിൽ അടച്ചു. ആ ശവത്തിന് നേരെ തിരിഞ്ഞു, കൈപിടിച്ചു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. Yes. Yes. കൂട്ടത്തിൽ ആര് നിപ്പോണ്ട്? പത്രോസ്, Rose. യാക്കോബ്, യോഹന്നാൻ. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അല്ലേ? Yes. Yes. പത്രോസിന്റെ കാലം വന്നു. Amen. യേശുവിന്റെ കൂടെ നടന്നവന്റെ, അസോസിയേറ്റ് ചെയ്തവന്റെ കാലം വന്നു. Sha-ra-ba-ba-ba-ba. യോപ്പയിൽ പേടമാനെന്നർത്ഥമുള്ള തബീത എന്നൊരു പെങ്കൊച്ചു മരിച്ചു. പത്രോസ് ആ വീട്ടിൽ ചെന്നു. Amen. അകത്ത് നിന്ന് കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും മുഴുവൻ പുറത്തിറക്കി. Amen. 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 Yes. Amen. Hallelujah. കഥ കടച്ചു. Basata. Are you with me? Yes. കഥ കടച്ചു. Thank you. അവളെ ഉയർപ്പിച്ചു. ഈ ഉയർപ്പിക്കുന്നത് എങ്ങനെയാന്ന് ആരുടെ കൂടെ എന്ന് പഠിച്ചതാ. Yes. 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 Jesus. Yes. Amen. Hallelujah. The right association, Amen. the right connection Yes. is the important factor. Amen. Amen. Yes. ഒരു യേശുവില്ലാതെ 12 അപ്പോസ്തലന്മാരില്ല. Amen. ഒരു പൗലോസ് ഇല്ലാതെ Amen. ഒരു തിമോത്തി ഇല്ല. Amen. ദൈവമക്കളെ, Sha-ra-ba-ba-ba. ഞാൻ വിശ്വസിക്കുന്നു സൂപ്പർ നാച്ചുറൽ ബർത്ത്, Amen. Amen. വീണ്ടും ജനനം. Amen. Hallelujah. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിച്ചാലില്ലെങ്കിലും ഞാനിവിടെ ഉള്ളതിന്റെ കാരണം നാച്ചുറൽ ബർത്ത്. Amen. 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 ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പിരിച്വൽ കവറിങ്. നിങ്ങളൊരു ആത്മീയ അനാഥനാകരുത്. നിങ്ങളൊരു ആത്മീയ അനാഥയാകരുത്. Amen. നിങ്ങളൊരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത്, Yes. ആ ഗ്രേസിനകത്ത്, അതൊരു ഗ്രേസ് ആണ്, അതൊരു കൃപയാണ്. ആ കൃപയുടെ കുടയ്ക്കകത്ത് നിങ്ങൾ നിൽക്കുന്നയാളായിരിക്കണം. അവിടെ പെയ്തിറങ്ങുന്ന മഴ ഒരാളെയല്ല, Amen. Ha-ra-ba-ba-ba-ba-ba. Amen. Hallelujah. we all are the children of God. Amen. Hallelujah. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സ്നേഹത്തോടെ പറയുന്നു, ഇതിലേറ്റവും ശക്തമായ ഒന്നാണ് നിങ്ങളുടെ ആത്മാവിലേക്ക് വന്ന ക്രിസ്തു. ദൈവം എവിടെയാണ് വസിക്കുന്നത്? എൻ്റെ ആത്മാവിലാണ്. Amen. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ എവിടെയാണുള്ളത്? പറഞ്ഞ ദൈവാത്മാവ് ദൈവാത്മാവ് എൻ്റെ ആത്മാവിലാണ്. എന്റെ ആത്മാവ്. Hallelujah. നിങ്ങളുടെ ആത്മാവിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം നിങ്ങളിൽ ഉണ്ടാകും. Amen. Hallelujah. Sha-ra-ba-ba-ba. നിങ്ങളുടെ ആത്മാവിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിലുള്ളതെല്ലാം അതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കും. Amen. Hallelujah. Amen. Ragabash. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. നിങ്ങളുടെ ആത്മാവിൽ എന്തൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ടോ? Yes. ഉണ്ടോ? Yes. ആ പരിശുദ്ധാത്മാവിൽ സമാധാനമുണ്ട്. Amen. ആ പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്. Amen. ആ Hallelujah. പരിശുദ്ധാത്മാവിൽ എല്ലാ ദൈവത്തിന്റെ എല്ലാം ഉണ്ട്. Amen. Amen. നിങ്ങൾ ബാങ്കിൽ പണം ഇട്ടിരിക്കുന്നത്, പണം നിക്ഷേപിച്ചിരിക്കുന്നത് അതവിടെ വെറുതെ ഇടാനല്ല, ആവശ്യമുള്ളപ്പോ എടുക്കാനാ. Hallelujah. ബാങ്കിൽ പണം നിക്ഷേപിച്ചത് ആവശ്യമുള്ളപ്പോ എടുക്കാനാ. നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് നിക്ഷേപിച്ചത് Amen. Yes. Hallelujah. use it.
Hallelujah. Healings are yours. Hallelujah. Deliverance are yours. Miracles are yours. Peace of minds are yours. Because Jesus is for you. Jesus is for you. ആ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. Jesus is for you. Amen. പറഞ്ഞ യേശു എനിക്കുള്ളതാണ്. യേശു എന്റേതാണ്. അവൻ എന്റെ ആത്മാവിലുണ്ട്. അവൻ എന്റെ ആത്മാവിലുണ്ട്. ഞാൻ അവന്റെ മകനാണ്. ഞാൻ അവന്റെ മകളാണ്. മക്കളെങ്കിൽ അവകാശിയാണ്. അവകാശി സർവത്തിനും യജമാനനാണ്. You all are the sons of God. Yes. Amen. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരുന്നു. Amen. ആരാ സ്വതന്ത്രപ്പെടുത്തുന്നേ? പുത്രന്മാർ, Yes. പുത്രിമാർ. Amen. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. Yes. Amen. Hallelujah. Amen. നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണം. Amen. ഈ ഭൂമിയിൽ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി, Amen. അവന്റെ ഒരു നല്ല മകനായി, Amen. നല്ലൊരു മകളായി നിൽക്കണം. Amen. പറഞ്ഞ ഞാൻ അടിമയല്ല, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. ഞാൻ അവകാശിയാണ്, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അവകാശിയാണ്. ഞാൻ അവകാശിയാണ്, ഞാൻ അവന്റെ മകനാണ്, ഞാൻ അവന്റെ മകനാണ്, ഞാൻ അവന്റെ മകളാണ്. ഞാൻ അവന്റെ മകളാണ്. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു പറയുന്നു, പുത്രൻ ഭവനത്തിൽ വസിക്കുന്നു, Yes. ദാസൻ ഭവനത്തിൽ വസിക്കുന്നില്ല. Amen. ഭവനത്തിലുള്ളതെല്ലാം പുത്രനുള്ളതാണ്. ദാസന് ഭവനത്തിലുള്ളതിനോട് അവകാശമില്ല. നിങ്ങൾ അവന്റെ ദാസനല്ല. ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ഇനി ദാസിമാരെന്ന് വിളിക്കുന്നില്ല. നിങ്ങൾ എന്റെ പുത്രന്മാരും എന്റെ പുത്രിമാരും മാത്രമേ. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പറയുവീൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നീ അവന്റെ മകന. പിതാവേ എന്ന് വിളിക്കാൻ, Hallelujah. അപ്പാ എന്ന് വിളിക്കാൻ അവൻ എന്നെ അവൻ എന്നെ യോഗ്യനാക്കി. യോഗ്യനാക്കി.